ഒരു കാരണവശാലും ബാറ്ററിക്ക് ഒരു പ്രശ്നവും വരത്തില്ല നമ്മളത് ഡിസ്കണക്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇനി കണക്ട് ചെയ്തിട്ടാലോ ബാറ്ററിക്ക് കുഴപ്പം വരുമായിരിക്കും, അതായത് ബാറ്ററി ഡ്രെയിൻ ആവും, പക്ഷേ വാഹനത്തിന് കുഴപ്പം വരത്തില്ല. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം. അപ്പോൾ കുറച്ച് പേരെങ്കിലും പറയുമായിരിക്കും ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ബാറ്ററി ഊരി വയ്ക്കുന്നുണ്ട്, എൻ്റെ വാഹനത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുഴപ്പം വരാത്തത് നിങ്ങളുടെ ഭാഗ്യം. പലരും സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു സംശയമാണ്, വാഹനത്തിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ, അതായത് ഡ്രൈവ് കുറവുള്ള വാഹനത്തിൻ്റെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം കണക്ട് ചെയ്താൽ പോരെ. നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൽ നെഗറ്റീവാണ് നമ്മൾ പൊതുവേ ഡിസ്കണക്ട് ചെയ്തിടാറുള്ളത്, അല്ലെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും രണ്ടും ഊരി ബാറ്ററി മാറ്റി വയ്ക്കാറുണ്ട്. പഴയ വാഹനങ്ങളിലൊക്കെ, അതായത് ഈ പഴയ വാഹനം എന്ന് പറയുമ്പോഴത്തേക്കും കാർബറേറ്റർ വാഹനത്തിനൊക്കെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരും കേട്ടോ, അത് വേറെ ഒന്നും കൊണ്ടല്ല. E20 ഫ്യൂലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി പേടിക്കേണ്ട, E20 കൂടും. E20 എന്നുള്ളത് E30 E40 ഒക്കെ അങ്ങനെ കയറി പോകുന്ന സമയത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തനോൾ കൂടും. കാർബറേറ്റർ വാഹനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പണി വരാനുള്ളൊരു സാധ്യതയാണ് ആ ഒരു ഫ്യൂൽ എന്ന് പറയുന്നത്. അതിനിപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള അഡിറ്റീവ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഓടിച്ചുകൊണ്ട് നടക്കുക എന്ന് മാത്രം പറ്റത്തുള്ളൂ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, നമ്മുടെ കാര്യത്തിലോട്ട് വരാം. ഇപ്പം നമ്മളൊരു പുതിയ വാഹനം വാങ്ങിച്ചിടും, ഒട്ടും തന്നെ ഓട്ടം കാണില്ല, വീട്ടിലിട്ടേച്ചും നമ്മൾ വല്ല ഗൾഫിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകും. ചിലപ്പം 2 മാസം കൂടുന്തോറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഇടാറുണ്ട്. അതിൻ്റെ ഒരു റിപ്ലൈ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. നമസ്കാരം, ഞാൻ രാകേഷ് MG MG എക്സ്പ്ലോർ എന്ന് പറയുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബാറ്ററിക്ക് പ്രശ്നം എന്തെങ്കിലും വരുമോ? ഒരു കാരണവശാലും ബാറ്ററിക്ക് ഒരു പ്രശ്നവും വരത്തില്ല നമ്മളത് ഡിസ്കണക്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇനി കണക്ട് ചെയ്തിട്ടാലോ ബാറ്ററിക്ക് കുഴപ്പം വരുമായിരിക്കും, അതായത് ബാറ്ററി ഡ്രെയിൻ ആവും, പക്ഷേ വാഹനത്തിന് കുഴപ്പം വരത്തില്ല. നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം, വാഹനത്തിൻ്റെ വില എത്രയാണ്, ബാറ്ററിയുടെ വില എത്രയാണ്. ഈ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പണ്ടൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ബാറ്ററിയിലോട്ട് ജസ്റ്റ് ഒരു പോസിറ്റീവും നെഗറ്റീവും മാത്രമാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇവിടെ കുറേ ഫ്യൂസസ്, ഇവിടെ ഒരു സെൻസർ, ഇതൊരു ബാറ്ററി നെഗറ്റീവിലോട്ട് വരുന്ന സെൻസറാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയേറെ സെൻസേഴ്സൊക്കെ നമ്മുടെ ബാറ്ററിയിൽ പോലും വരുന്നത്, അല്ലെങ്കിൽ ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടത്തെ വാഹനത്തിൽ ECMO കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ വാഹനത്തിൽ നമുക്ക് ECM, BCM അങ്ങനെ സെൻസർ യൂണിറ്റുകൾ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊഡ്യൂൾസ് കുറേ വരുന്നുണ്ട്. ഈ മൊഡ്യൂൾസിലോട്ടൊക്കെ കറണ്ട് സപ്ലൈ ചെയ്യുന്ന ആരാ? ബാറ്ററിയാണ്. ബാറ്ററി വൺസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ബാറ്ററി അല്ല ഈ പറയുന്ന മൊഡ്യൂൾസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, പിന്നെ ഇതിലോട്ട് പവർ സപ്ലൈ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ കുറച്ച് പേരെങ്കിലും പറയുമായിരിക്കും ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ബാറ്ററി ഊരി വയ്ക്കുന്നുണ്ട്, എൻ്റെ വാഹനത്തിന് ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ കുഴപ്പം വരാത്തത് നിങ്ങളുടെ ഭാഗ്യം എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അത് വരത്തില്ല എന്നല്ല, പക്ഷെ വന്നു തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന പണി ചെറുതൊന്നും ആയിരിക്കത്തില്ല. കഴിവതും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു പുതിയ വാഹനം എടുത്തിട്ട് വെറുതെ ഇട്ട് കളയാതെ കഴിഞ്ഞും നല്ലതൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം തൽക്കാലത്തെ യൂസിന് എടുക്കുക, പോകുന്നതിന് മുമ്പ് കൊടുത്തിട്ട് പോവുക, ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഇനി അതല്ല, നിങ്ങളൊരു പുതിയ വാഹനം എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ നിങ്ങൾ കണ്ടെത്തുക. കാരണം പുതിയ വാഹനമാണെങ്കിൽ ഒരു 1.5 അല്ലെങ്കിൽ 2 മാസം കൂടുന്തോറും സ്റ്റാർട്ട് ചെയ്താൽ മതി, പ്രശ്നമില്ല. ആ വാഹനം ഏകദേശം ഒരു 2 വർഷമൊക്കെ ആകാറാകുമ്പോഴത്തേക്കും ഈ പറയുന്ന ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ബാറ്ററിയുടെ ശരാശരി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തൊട്ട് 4 വർഷം വരെയൊക്കെയാണ് ശരാശരി ലൈഫ്. ഇപ്പോഴത്തെ പുതിയ ബാറ്ററികളൊന്നും അത്രയും കൂടെ നിൽക്കത്തില്ല. അങ്ങനെ സംശയമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പണി കിട്ടിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, ബാക്കിയുള്ളവരും കൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പം അങ്ങനെ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനം പുതിയതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1.5 മാസം കൂടുന്തോറും എങ്കിലും സ്റ്റാർട്ട് ചെയ്തിടുക, 15 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടുക. നിങ്ങൾക്ക് ഒട്ടും തന്നെ ചാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇനി വാഹനം പഴകും തോറും അത്യാവശ്യം കൂടുതൽ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്തിടുക മിനിമം. ഇനി ആഴ്ചയിൽ ഒന്നെങ്കിലും സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആഴ്ചയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 10 മിനിറ്റോളമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാലും മതി, കുഴപ്പമില്ല. ആ വാഹനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ എടുത്ത കറണ്ടും ഇത്ര നാൾ ചുമ്മാ കിടന്ന സമയത്ത് ഡ്രോപ്പ് ഉണ്ടായ കറണ്ടും എല്ലാം തിരിച്ചു കയറുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം മാത്രമല്ല, ഇതാണ് കൃത്യമായിട്ടുള്ള കാര്യം. കാരണം ബാറ്ററി ഊരി വിട്ട് കഴിഞ്ഞാൽ ECMലോട്ടോ കാര്യങ്ങൾക്കൊന്നും പവർ സപ്ലൈ വരില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വാഹനം ഓഫ് കണ്ടീഷനാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പം ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് വരികയാണ്. പോരാ ഇപ്പം ഞാൻ ഈ വാഹനം ഒന്ന് തുറക്കുകയാണ്. തുറന്നു കഴിയുമ്പോൾ ഇതിപ്പോൾ ഓഫ് കണ്ടീഷനിലാണ്. ഞാനിപ്പോൾ ഈ ഒരു പവർ വിൻഡോ വർക്ക് ചെയ്യാണ്. എല്ലാ സമയത്തും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതായത് പവർ ഇവിടെ ഇപ്പോഴും വരുന്നുണ്ട്, ഇവിടെ മീറ്റർ എല്ലാം ഓഫാണ്. നിങ്ങൾക്ക് തന്നെ കാണാം,
പവർ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനം മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ എവിടെയെങ്കിലും കൊണ്ടുകൊടുത്ത് അവർ പറയുന്നത് ആ ഓയിലും ഫിൽറ്ററും ഒക്കെ മാത്രം മാറിയാൽ മതി, വേറെ ഒന്നും മാറേണ്ടെന്ന്, വേറെ ഒന്നും നോക്കണ്ട എന്ന് പറയുന്ന തെറ്റായ ഒരു രീതിയാണ്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സർവീസിന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ബാറ്ററിയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും.